ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSA നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹെറ്ററോസിസ് ആൻഡ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ക്രോപ്പ് ഇംപ്രൂവ്മെന്റ്. എന്താണ് ഹെറ്ററോസിസ്, എന്താണ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ? പോകാം വീഡിയോ. ഹെറ്ററോസിസ് എന്താണ്? ഹെറ്ററോസിസ് രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള, ജനിതപരമായിട്ട് വ്യത്യാസമുള്ള, ജനറ്റിക്കലി ഡിഫറെന്റ് രണ്ട് പ്ലാനുകൾ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന F1 ജനറേഷനിലെ സന്താനങ്ങൾ പാരന്റ്സിനേക്കാൾ നല്ല കഴിവുള്ളവരായിരിക്കും. ഈ ഒരു കഴിവിനെയാണ് ഹെറ്ററോസിസ് എന്ന് പറയുന്നത്, സന്താനങ്ങളുടെ കഴിവ്. അതിനെ ഹെറ്ററോസിസ് എന്നോ അല്ലെങ്കിൽ ഹൈബ്രിഡ് വിഗർ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് സന്താനങ്ങൾക്ക് പാരന്റ്സിനേക്കാൾ നല്ല സ്വഭാവം കാണിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ രണ്ട് പാരന്റ്സിന്റെ ഡോമിനന്റ് ക്യാരക്ടേഴ്സ് തമ്മിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അവിടെ റിസസീവ് ആയിട്ടുള്ള ഗുപ്ത ഗുണമുള്ള ജീനുകൾ എക്സ്പ്രസ് ചെയ്യുന്നില്ല, മാസ്ക് ആയി പോകും, തടയപ്പെടുന്നു. അവിടെ ഡോമിനന്റ് ക്യാരക്ടർ മാത്രമേ എക്സ്പ്രസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഹെറ്ററോസിസ് ഉണ്ടാകുന്നത്. രണ്ട് പാരന്റുകൾ തമ്മിൽ ക്രോസ് ആകുമ്പോൾ അത് രണ്ടിന്റെയും ഡോമിനന്റ് ക്യാരക്ടേഴ്സ് മാത്രമേ എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് നല്ലൊരു ഗുണം സന്താനങ്ങൾ കാണിക്കുന്നത്. അതാണ് ഹൈബ്രിഡ് വിഗർ അല്ലെങ്കിൽ ഹെറ്ററോസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? കുറച്ച് തിയറീസ് പറയുന്നുണ്ട്. ഒന്നാമത്തെ തിയറിയാണ് പ്രകട സ്വഭാവ നിയമം, അതായത് ലോ ഓഫ് ഡോമിനൻസ് പറയുന്നത്, ഡോമിനൻസ് ഹൈപ്പോത്തസിസ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്ത് വരുമ്പോൾ അതിലുള്ള ഡോമിനന്റ് ക്യാരക്ടർ അതിന്റെ റിസസീവ് ക്യാരക്ടറിനെ മാസ്ക് ചെയ്യും, അതായത് മന്ദീപിച്ച് കളയുക എന്ന് പറയുന്നത്, അതിനെ തടഞ്ഞു കളയും. അത് കാരണം അവിടുത്തെ ഡോമിനന്റ് പ്രകട ഗുണങ്ങൾ മാത്രം എക്സ്പ്രസ് ആവും, ഗുപ്ത ഗുണങ്ങൾ മാസ്ക് ആവുകയും ചെയ്യും. അതായത് ഏതൊരു പാരന്റിലെയും റിസസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദോഷകരമായിട്ടുള്ള ആ ഒരു റിസസീവിനെ മറയ്ക്കാനും അതിന്റെ പ്രബലമായ അല്ലെങ്കിൽ പ്രകട സ്വഭാവമുള്ള ജീനുകളെ തലമുറകളിൽ കൊണ്ടുവരാനും ഈ ഹെറ്ററോസിലൂടെ പറ്റും. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പൊ രണ്ട് പാരന്റ്സിലും പ്രകട ഗുണങ്ങൾ കാണിക്കുന്ന ജീനുകൾ ഉണ്ടെങ്കിൽ ആ ക്രോസ് നോക്കുക, എ അതിൽ എ എന്ന ക്യാരക്ടറിൽ രണ്ടും പ്രകട സ്വഭാവം കാണിക്കുന്ന ജീനുകളാണ്. ബി അത് മറ്റൊരു ക്യാരക്ടർ ജീനാണ്, അത് രണ്ടും പ്രകട സ്വഭാവം കാണിക്കുന്ന ജീനുകൾ തന്നെ. അലീലുകൾ രണ്ട് അലീലും പ്രകട സ്വഭാവം കാണിക്കുന്നതാണ്. പിന്നെയുള്ള രണ്ട് ക്യാരക്ടറിന്റെ സിയും ഡിയും ക്യാരക്ടറിൽ അവിടെ റിസസീവ് ക്യാരക്ടേഴ്സ് ഉള്ള ഒരേപോലുള്ള രണ്ട് റിസസീവ് ജീനുകളാണ് ഇരിക്കുന്നത്. അലീലുകളെല്ലാം റിസസീവ് ആണ്. അടുത്ത പ്ലാന്റ് എടുക്കുമ്പോൾ അവിടെ ആ സിയും ഡിയും മാത്രമാണ് അവിടുത്തെ ഡോമിനൻസ്. ഇത് തമ്മിൽ ക്രോസിംഗ് ആകുമ്പോൾ ഈ രണ്ട് പ്ലാന്റിലെയും ഡോമിനൻസ് മാത്രമാണ് എക്സ്പ്രസ് ആകുന്നത്. ക്രോസ് വരുമ്പോൾ കിട്ടുന്നതിൽ സ്മാൾ എയും ക്യാപിറ്റൽ എയും വരുന്നുണ്ടെങ്കിലും സന്താനത്തിൽ, പക്ഷെ അവിടെ സ്മാൾ എ മാസ്ക് ആവും, ക്യാപിറ്റൽ എ ഉള്ളത് കൊണ്ട്. അതേപോലെ ഓരോ ജീനുകളിലും ആ ഡോമിനന്റ് ക്യാരക്ടർ, അപ്പൊ 4 ക്യാരക്ടേഴ്സും അവിടെ എക്സ്പ്രസ് ആവും. പാരന്റ്സിനേക്കാൾ നല്ല ക്വാളിറ്റി കാണിക്കുന്ന എൻവൻസ് ഉണ്ടാകും. അതാണ് ലോ ഓഫ് ഡോമിനൻസ് പോലെ തന്നെയാണ്. അതിനുള്ള ആ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കും ഹെറ്ററോസ് നടക്കുന്നതാണ് ഈ ലോ പറയുന്നത്. അടുത്തത് ഓവർ ഡോമിനൻസ്. ഓവർ ഡോമിനൻസ് എന്നുള്ളത് ഷൾ, ഈസ്റ്റ് എന്ന രണ്ട് സയന്റിസ്റ്റുകളാണ് ഈ സെപ്പറേറ്റ് ഈ സിദ്ധാന്തം കൊണ്ടുവന്നത്. ഇത് വേറെ പേരിൽ അറിയപ്പെടുന്നത് ഹെറ്ററോസൈഗസിന്റെ ഉത്തേജനം, അല്ലെങ്കിൽ വ്യത്യസ്ത അലീൽസുകളുടെ സഞ്ചിത പ്രവർത്തനം, അല്ലെങ്കിൽ സിംഗിൾ ജീൻ ഹെറ്ററോസിസ്, സൂപ്പർ ഡോമിനൻസ്, ഓവർ ഡോമിനൻസ്, ഇങ്ങനെ പല പേരിൽ ഈ സിദ്ധാന്തം അറിയപ്പെടുന്നുണ്ട്. അതായത് കംപ്ലീറ്റ് ഡോമിനൻസ് ആണ് കാണിക്കുന്നതാണ് ഓവർ ഡോമിനൻസ് പറയുന്നത്. ഷെർലും ഈസ്റ്റ് ഈ സിദ്ധാന്തം കൊണ്ടുവന്നെങ്കിലും 1945 ചോളത്തിൽ പരീക്ഷണം ചെയ്യുമ്പോഴാണ് ഈ ഒരു പദം, ഓവർ ഡോമിനൻസ് എന്ന പദം ഉപയോഗിക്കുന്നത്. അതുവരെ വേറെ പേരിലാണ് അറിയപ്പെടുന്നത്. ഈ സിദ്ധാന്തം അനുസരിച്ച് ഹെറ്ററോസൈഗസിന് അതിന് രണ്ട് ഹോമോസെക്സ് പാരന്റ്സിനേക്കാൾ ഉയർന്ന പദവിയായിരിക്കും. നേരത്തെ നമുക്ക് ക്യാപിറ്റൽ ടി എന്ന പ്ലാന്റും സ്മാൾ ടി എന്ന പ്ലാന്റ് തമ്മിൽ ക്രോസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി എന്ന പ്ലാന്റും വേറൊരു ഡോമിനന്റ് ജീനുള്ള മറ്റൊരു ക്യാപിറ്റൽ പ്ലാന്റ് തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സന്താനങ്ങൾക്ക് ടിയും എയും രണ്ടും ഡോമിനന്റ് ക്യാരക്ടർ ഒരുമിച്ച് വരും. അത് ഓവർ ഡോമിനൻസ് എന്ന് പറയുന്നു. അടുത്താണ് എപ്പിസ്റ്റാസിസ് എന്നത് നമ്മൾ ജെനറ്റിക്സ് എന്ന ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇവിടെ വ്യത്യസ്ത അലീലുകൾ തമ്മിൽ ചേരുമ്പോൾ കംപ്ലീറ്റ് ഡോമിനൻസ് ആയിരിക്കില്ല കാണിക്കുന്നത്, അതിന്റെ പ്രതിപ്രവർത്തനം കാണിക്കാറുണ്ട്. അതുകൊണ്ടാണ് അതിന് എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത്. അത് ഡോമിനന്റ് ആയിട്ടുള്ള എപ്പിസ്റ്റാസിസ് ഉണ്ട്, റിസസീവ് ആയിട്ടുള്ള എപ്പിസ്റ്റാസിസ് ഉണ്ട്. ഇതിൽ രണ്ടിൽ ഏതെന്ന് കാണിക്കാം. ഇതിന്റെ നോൺ അലീൽ ഇന്ററാക്ഷൻ എന്ന മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഈ എപ്പിസ്റ്റാസിസിലൂടെയും ഹൈബ്രിഡുകൾ പാരന്റ്സിനേക്കാൾ നല്ല ക്വാളിറ്റികൾ കാണിക്കുന്നതാണ് ഈ തിയറി പറയുന്നത്. പരുത്തിയിലും ചോളത്തിലൊക്കെയുള്ള പുതിയ ഹൈബ്രിഡുകൾ എപ്പിസ്റ്റാസിലൂടെ പാരന്റിനേക്കാൾ നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മോൾ ആൻഡ് സ്റ്റബർ എന്നീ രണ്ട് സയന്റിസ്റ്റുകളുടെ പരീക്ഷണത്തിൽ നിന്നാണ് ഈ ഒരു കാര്യം, പരുത്തിയും ചോളവും നല്ല ക്വാളിറ്റി എപ്പിസ്റ്റാസിലൂടെ കാണിക്കുന്നതെന്ന് തെളിയിച്ചത്. ഈ എപ്പിസ്റ്റാസിസ് നമുക്ക് വിവിധ ബയോമെഡിക്കൽ മോഡലുകൾ ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റും. അടുത്തത് ഹെറ്ററോസ് കണക്കാക്കുന്ന രീതികളാണ്. ഇത് ഡീറ്റെയിലായിട്ട് പറയുന്നത് ജസ്റ്റ് ഒന്ന് പേര് പറയുന്നത്. ഈ ഒരു 3 മെത്തേഡിലൂടെ നമുക്ക് ഹെറ്ററോസ് കണക്കാക്കാൻ പറ്റും. ഓവർ മിഡ് പാരന്റ്, ഓവർ ബെറ്റർ പാരന്റ്, ഓവർ എ കൊമേഴ്ഷ്യൽ ഹൈബ്രിഡ്. ഈ 3 മെത്തേഡിലൂടെയും
ഹെറ്ററോസിസിൽ നിന്ന് മെഷർ ചെയ്യാറില്ല. എന്താണ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ? കണ്ടിന്യൂസ് ആയിട്ട് ഇൻബ്രീഡിംഗ് നടക്കുമ്പോൾ ആ പ്ലാന്റിന്റെ ഉണ്ടാകുന്ന ഓരോ തലമുറകളുടെയും കഴിവുകൾ കുറയാനുള്ള ചാൻസ് ഉണ്ടാവും. ശക്തിയും പ്രൊഡക്ടിവിറ്റിയും ഫെർട്ടിലിറ്റിയും കുറഞ്ഞു വരും. ഈ ഒരു കണ്ടീഷനാണ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതായത് ചെറിയ ജനസംഖ്യയിലെ സെയിം പ്ലാന്റുകൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് സെൽ പോളിനേഷൻ നടക്കുകയാണെങ്കിൽ പിന്നീട് ഉണ്ടാകുന്ന സന്താനങ്ങൾക്ക് ഭാവിയിൽ കഴിവുകൾ കുറഞ്ഞ് അതിന്റെ ശക്തിയെ കുറഞ്ഞ് എല്ലാ കഴിവുകളും നഷ്ടമാകാൻ തുടങ്ങും. ആ ഒരു അവസ്ഥയാണ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ജൈവിക ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു ജീവിയുടെ ജനറ്റിക് വസ്തുക്കൾ, അതിന്റെ കണ്ടന്റുകൾ അതിജീവിക്കാനും സംരക്ഷിക്കാനുള്ള കഴിവായിരിക്കും. ഇത് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ വന്നാൽ നഷ്ടമാകും. എന്നാൽ ഒരു ക്രോസ് നടക്കുകയാണെങ്കിൽ, ഒരു ക്രോസ് ബ്രീഡിംഗിൽ രണ്ട് വ്യത്യസ്ത ജീനുകൾ തമ്മിലാണ് ചേരുമ്പോൾ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ ഇത് കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് വേരിയേഷൻസ് ഉണ്ടാകുമ്പോൾ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻസ് കുറയും. വേരിയേഷൻസ് വരാതിരിക്കുമ്പോഴാണ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻസ് കൂടുതൽ ഉണ്ടാകുന്നത്. സാധാരണ വന്യജീവികളിലും അതുപോലെ സസ്യങ്ങളിലും അതുപോലെ മനുഷ്യരിലൊക്കെ ഈ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ കോമൺ ആയിട്ട് സംഭവിക്കാറുണ്ട്. ഇതിലൂടെ പരിണാമം സംഭവിക്കാറുണ്ട്. പരിണാമത്തിന് കാരണം ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ തന്നെയാണ്. സെൽ പോളിനേഷനിലൂടെയോ ക്രോസ് പോളിനേഷനിലൂടെയോ ഇതുപോലുള്ള ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ വഴി ചെടികൾ ഉണ്ടാകുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് ഉള്ളി, ക്യാരറ്റ്, ചോളം, സൂര്യകാന്തി. ഇതൊക്കെ ഇൻബ്രീഡിംഗ് ഡിപ്രഷന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന പ്ലാന്റുകളാണ്. ഈ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ പലതരത്തിലുണ്ടാകും. ഓരോരോ കാരണങ്ങൾ വെച്ചിട്ട് പല രീതിയിലാണ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഉണ്ടാകുന്നത്. ഉയർന്ന ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ കാണിക്കുന്ന ചെടികൾ ഉണ്ടാകും. അതായത് സ്വയം പരാഗണം നടക്കുന്ന ചെടികളിൽ വലിയൊരു പങ്കും കടുത്ത വളരെയധികം ഇൻബ്രീഡിംഗ് ഡിപ്രഷന് കാരണമാകും. സെൽ പോളിനേഷൻ മാത്രം നടന്നുകൊണ്ട് ചെടികളിൽ വളരെ കൂടുതലായിട്ട് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ കാണിക്കും. ഇതിന്റെ മാരകമായിട്ടുള്ള ഫലം കാണിക്കുമ്പോൾ അതിന്റെ ഓജസ്സും, അതായത് വിഗർ, കഴിവും ഫലഭൂയിഷ്ഠതയൊക്കെ നഷ്ടപ്പെട്ടു പോകും. 4 തലമുറകൾ വരെ പ്രജനന രേഖ നിലനിർത്താൻ പറ്റും. പിന്നെ അതിനുശേഷം പിന്നീട് ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു പ്രത്യേകത പയർ കുടുംബത്തിലെ ചെടികളിൽ ആൽഫയിലും ക്യാരറ്റിലും അതുപോലുള്ള ചെടികളിൽ അത് കാണപ്പെടാറുണ്ട്. അടുത്തതാണ് മിതമായ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. അതായത് വളരെ മീഡിയം അളവിൽ മാത്രം ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ നടക്കുക. അതും ചെടികൾക്ക് ദോഷമാണ്. ഫെർട്ടിലിറ്റി പ്രൊഡക്ടിവിറ്റിയും കുറയ്ക്കാറുണ്ട്. എക്സാമ്പിൾ ചോളം, തിന തുടങ്ങിയ ചെടികളിലൊക്കെ മീഡിയം അളവിലാണ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ നടക്കുന്നത്. മറ്റൊരു കണ്ടീഷനാണ് വളരെ കുറഞ്ഞ രീതിയിൽ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ നടക്കുക. ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ വളരെ കുറഞ്ഞ രീതിയിൽ നടക്കുന്നത് വളരെ മിതമായ അളവിൽ മാത്രം നടക്കുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു അനുപാതത്തിൽ മാത്രമേ മാരകമായിട്ടുള്ള സ്വഭാവ സവിശേഷത കാണിക്കാറുള്ളൂ. പിന്നെ ഫലഭൂഷ്ഠം നഷ്ടപ്പെടുന്നതൊക്കെ വളരെ കുറച്ച് മാത്രമായിരിക്കും. ഉള്ളി, കുമ്പളം, മത്തൻ, സൂര്യകാന്തി തുടങ്ങിയ ചെടികളിൽ ഇങ്ങനെ കാണിക്കാറുണ്ട്. ചില ചെടികളിൽ ഇൻബ്രീഡിംഗ് ഡിപ്രഷനെ കാണിക്കുന്നു. അതായത് സ്വയം പരാഗണം നടക്കുന്നു. അവർ ഹെറ്ററോസിസ് ഒന്നും കാണിക്കുന്നില്ല, ഹെറ്ററോസൈഗസിന് കാണിക്കുന്നില്ല. പക്ഷേ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഉണ്ടാക്കാറില്ല, അത് കാണിക്കാറില്ല. ഇനി എത്ര സെൽ പോളിനേഷൻ കഴിഞ്ഞ് നടന്നാലും അവിടെ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ നടക്കാത്ത ചെടികളും ഉണ്ട്. സ്വയം പരാഗണം നിരന്തരമായി നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഹോമോസൈഗസ് കണ്ടീഷൻ വളരെ ബാലൻസോടെ വികാസം പ്രാപിച്ച ആയതിനാൽ വീണ്ടും ഉണ്ടാകുന്ന സന്താനങ്ങളിൽ നല്ല ക്വാളിറ്റികൾ നിലനിർത്തപ്പെടുന്നു. അതുപോലെ തന്നെ ക്രോസ് പോളിനേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഹെറ്ററോസൈഗസ് കണ്ടീഷനും ബാലൻസോടെ നിലനിൽക്കുന്നതിനാൽ ഉണ്ടാകുന്ന സന്താനങ്ങളിൽ നല്ല ക്വാളിറ്റികൾ പ്രകടമാകുന്നു. അതായത് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഇല്ലാതാകുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ചെറിയൊരു ടോപ്പിക്കായ ഹെറ്ററോസിസ് ആൻഡ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.